ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് ബിസി മോർണിംഗ് ആയിരുന്നു. രാവിലെ തന്നെ പാലൊക്കെ കാച്ചി സൈഡിലോട്ട് മാറ്റി വെച്ചു. പുട്ടുണ്ടാക്കിയൊരു ദിവസമായിരുന്നു. കുറേ ദിവസമായി പുട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പുട്ട് ഉണ്ടാക്കാം. കടലക്കറിയാണ് ഞാൻ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടാക്കിയത്. ഇത് ചിരട്ട പുട്ടിൻ്റെ ഒരു പാത്രമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചിരട്ടപ്പുട്ടിൻ്റെ ഇത് ചെയ്തു, അല്ലാതെ ഞാൻ നോർമൽ പുട്ടും ഉണ്ടാക്കി. അപ്പോൾ അതിലിത് സ്റ്റീം വരാനായിട്ട് തുടങ്ങി. സൈഡ് ബൈ സൈഡ് തന്നെ ഞാൻ കടലക്കറിയും റെഡി ആക്കിയിട്ടുണ്ട്. ഇത് പുട്ട്, പിന്നെ ഇടിയപ്പം, വീശപ്പം, അപ്പം എല്ലാത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കറി. ഇന്ന് നന്നായിട്ട് ഒത്തു വന്നു കറി, അതായത് എരി പുളി എല്ലാം കറക്റ്റായിട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ പുട്ട് എടുക്കാൻ സെർവ് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റേജിലെത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് കഴിക്കാനായിട്ട് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഓരോരുത്തർക്ക് അവർ റെഡിയായി വന്നിരിക്കുന്നത് പോലെ ചേട്ടനും മോൾക്കും ഞാൻ സെർവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ മോൾക്ക് ആദ്യം കുറച്ച് പുട്ട് കൊടുത്തു, ബിക്കോസ് അവൾക്കാണ് ആദ്യം സ്കൂളിലോട്ട് ഇറങ്ങേണ്ടത്. അത് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞാണ് ചേട്ടന് പോവേണ്ടത് ഓഫീസിലോട്ട്. അപ്പോൾ ഇതത് ചൂട് പുട്ട് എടുത്തു. അപ്പോൾ നല്ല ചൂടായിരുന്നു, ഫ്രഷ് ആൻഡ് സോഫ്റ്റായിട്ട് വന്നു. ഇത് നമ്മളുടെ നോർമൽ പുട്ടാണ്. അപ്പോൾ ചേട്ടൻ ആക്ച്വലി ഇതാണ് ഇഷ്ടം, മറ്റേ ചിരട്ടപ്പുട്ടിനേക്കാൾ ഇതാണ് പുള്ളിക്കാരന് കുറച്ചും കൂടെ ഇഷ്ടം. ആവിയൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് റെഡി ടു സെർവ് സ്റ്റേജിലോട്ട് എത്തി. ഇനി നമുക്ക് അതും കൂടെ ചേട്ടനൊന്ന് സെർവ് ചെയ്യാം. നല്ല ഹോട്ട് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞ് കഴിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ നല്ലൊരു കോംപ്ലിമെൻറ്റും പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഹസ്ബൻഡ് ഫോർ ടെല്ലിങ് മീ ദാറ്റ്, ബിക്കോസ് അങ്ങനെ ഒരിക്കലും പറയാറില്ല, പക്ഷെ കഴിച്ചിട്ട് കൊള്ളാം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഐ റിയലി മീൻ ഇറ്റ് അത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ മൈ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് ചേട്ടന് കൊടുത്തു. പിന്നെ ലഞ്ചിന് വന്നിട്ട് ഞാൻ ചപ്പാത്തിയാണ് ചെയ്തത് ഇന്ന്. എവറി ഡേ നമ്മൾ ചോറല്ലേ എടുക്കുന്നത്, ഇന്ന് ഓക്കെ ലഞ്ചിന് ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചു. മോൾക്കും ഞാൻ ലഞ്ച് ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത്, ബിക്കോസ് ഇതെല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കറി തന്നെ ആയിരുന്നു. ഇന്ന് എനിക്ക് എന്തോ കറി ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു സന്തോഷമായി. എരിയും പുളിയും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ചപ്പാത്തിക്ക് ഈ കറി തന്നെയാണ് എടുക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയ നല്ല കറിയായിരുന്നു. അപ്പം ഇവൾക്ക് ആദ്യം ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യാം. ബോക്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ പാല് കാച്ചൽ നടത്തിയ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കണം. പിന്നെ ചപ്പാത്തി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അവൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. എനിക്കും ചേട്ടനുള്ളത് ഞാൻ ഉച്ചയ്ക്കേ ചെയ്യാറുള്ളൂ. പിന്നെ അങ്ങനെ അവളുടെ ലഞ്ച് എടുത്ത് വെച്ചു. സ്നാക്സും റെഡിയാക്കി. ഇന്ന് കുറച്ച് അൺഹെൽത്തി ആയിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത്. എന്നും ഞാനിത് എൻകറേജ് ചെയ്യാറില്ല, ബട്ട് വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഓക്കെ. വെരി റെയറാണ് ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുന്നത്. അങ്ങനെ അവൾക്ക് ഇന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു, നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെ ബസ് വന്നു, അവൾ സ്കൂളിലോട്ട് ഇറങ്ങി. ഇന്ന് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.